Hi friends, this is me Ranaju Ashraf. Welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മോഡൽ എക്സാമിന് ആൻസർ പേപ്പർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മോഡൽ എക്സാം എഴുതിയതനുസരിച്ചും ആൻസർ പേപ്പർ കണ്ടപ്പോഴും മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള വീഡിയോ. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത്രയുള്ള ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നന്നായിട്ട് പഠിക്കാന്നുള്ളൊരു പ്ലാൻ കൂടി പറയുന്ന വീഡിയോ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഞാൻ ആദ്യം മാത്സിൻ്റെ കാണിക്കാം. എനിക്കിതിൽ കെമിസ്ട്രിയുടെ പറയാം. അതെ, മാത്സിൻ്റെത് എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്. അപ്പം എനിക്ക് മാത്സിൻ്റെ മെയിൻ ആയിട്ടൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെനിക്ക് അറിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ അത് വിടരുത് ഒരിക്കലും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി വരുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇതെനിക്ക് അറിയാലോ, ഈ സ്റ്റെപ്സ് ഇതിങ്ങനെ ചെയ്താൽ മതിയല്ലോ. കാരണം ഒരു ക്വസ്റ്റ്യൻ വെറുതെ വായിച്ചാൽ മാത്സ് ഒരിക്കലും നമുക്ക് അറിയില്ലേ എന്ന് മനസ്സിലാവില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാം നല്ല അറിയുന്ന ഓപ്ഷൻസ് തന്നെ നമ്മൾ ചൂസ് ചെയ്ത ആൻസർ എഴുതിയാലും നമ്മൾ എക്സ്ട്രാ എഴുതി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ മാത്സ് അല്ലേ, സ്റ്റെപ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ മാർക്ക് പോകും. പക്ഷെ നമ്മൾ എക്സ്ട്രാ എഴുതിയതിൽ സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതാണ് കൺസിഡർ ചെയ്യുക മാർക്ക് തരാൻ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എക്സ്ട്രാ എഴുതി വെക്കണം. അപ്പം ഇത് ഫുൾ മാർക്കൊക്കെ വേണ്ടവർക്ക് വേണ്ടിയാ പറഞ്ഞാണ്. ഇനി മാത്സിൽ അത്യാവശ്യം A+ ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക. ഒരു 4-5 ദിവസം നിങ്ങൾ എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ഫുൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഈസി ആയി വരും മാത്സ്. എന്നിട്ട് 6 ദിവസത്തോളം ഗ്യാപ്പും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മാത്സ് എങ്ങനെ പഠിക്കുന്നതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് എങ്ങനെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാനൽ എടുത്തിട്ട് കണ്ടു നോക്കാം കേട്ടോ. അടുത്തത് എനിക്ക് ബോട്ടണിയാണ്. ബോട്ടണിയിൽ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്. എന്താ കണ്ടോ? ഇനി വേറൊരു സംഭവം കൂടി കാണിച്ചു തരാനുണ്ട് എനിക്ക്. ഇത് മിസ് ഞങ്ങൾക്ക് മാർക്ക് ഇട്ട് തരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അകത്തും ഇതുപോലെ ഇങ്ങനെ ഗുഡൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ആൻസറിൽ. അതായത് പിന്നെ വേറെ ഇവിടെയും കൂടെ ഉണ്ട്. നല്ല ആൻസർ എഴുതിയതിനൊക്കെ മിസ് ഇവിടെ ഒരു ഗുഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസർ പേപ്പർ എന്തായാലും ഫുള്ളായിട്ട് നിങ്ങളെനിക്ക് കാണിച്ചു തരാൻ വേറെ റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ ആൻസർ പേപ്പർ കാണിച്ചു തരില്ല. കാരണം ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലാബ് എക്സാമിനൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് പ്രാക്ടിക്കലിൻ്റെ. അല്ലാത്ത ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹാഫ് ഇയർലിയുടെ ഒക്കെ ഫുൾ കാണിച്ചിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇടുന്നത്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പം നിങ്ങൾക്ക് ഈ പേപ്പർ കാണാമല്ലോ, അത്യാവശ്യം ലോക്കൽ ആയിട്ടുള്ള പേപ്പറാണ്. അപ്പം ഇതിൽ എഴുതിയ എത്ര ഭംഗി വരും എന്നുള്ള കാര്യം, ഹാൻഡ് റൈറ്റിംഗ്. പിന്നെ അതുപോലെ ടേബിളിൽ കുറെ കുഴികളൊക്കെ ആയിട്ട് അതിൽ എഴുതുമ്പോൾ കുറെ ഹോള് വരും. പിന്നെ എഴുതുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല. നമുക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒട്ടും വൃത്തി ഉണ്ടാവില്ല ഹാൻഡ് റൈറ്റിംഗ്. കാരണം അത് നമ്മൾ ടൈലിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. പ്രത്യേകിച്ച് കെമിസ്ട്രിക്ക് ആണെങ്കിൽ ഫുൾ ടൈൽസ് വെള്ളത്തിലൊക്കെ ആയിട്ട് പേപ്പർ ആകെ കോളായിട്ടാണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നോക്കിയിട്ട് സംഭവം എനിക്കറിയാം ഇങ്ങനെ അസൂയ കൊണ്ടാണ് ഓരോരുത്തർ ഹാൻഡ് റൈറ്റിങ്ങിന്റെ കാര്യങ്ങൾ. അതിൽ ഒരു കമന്റ് വന്നായിരുന്നു, അതായത് ഇത്രയും മോശം ഹാൻഡ് റൈറ്റിങ്ങിന് ഫുൾ മാർക്ക് തന്ന ടീച്ചറിന്റെ വിരലുകൾ ഛേദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് സംഭവം എല്ലാവരും അസൂയ കൊണ്ടും നെഗറ്റീവായിട്ടൊക്കെ ഇടുന്നതാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, അസൂയയുടെ കാര്യം. എന്താ സംഭവം എന്ന് വെച്ചാല്, നിങ്ങൾ ഈ പേളിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിലൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോ ഒരാളുടെ ഒരു അസൂയോ നെഗറ്റീവോ ഒക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ബ്രെയിൻ എന്താ പറയാന്ന് വെച്ചാൽ, അവരുടെ ഒരു മാർക്ക് കണ്ടിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് അസൂയ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പറയും, അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് വേണ്ടാത്തതാണ്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിലോട്ട് നമ്മൾ ഇതാക്കത്തേ ഇല്ല. പിന്നെ നമുക്ക് പഠിക്കാനോ അങ്ങനത്തെ നല്ല കാര്യങ്ങളിലോട്ട് ഒന്നും ഒരു ഇതും ഉണ്ടാവത്തില്ല. നമ്മുടെ ബ്രെയിൻ ഫുൾ നമ്മൾ ടോട്ടലി നെഗറ്റീവ് ആക്കിയിട്ട് ഫുൾ നമ്മളെ നശിപ്പിച്ച് കളയുന്നതല്ല. അതുപോലെയാണ് നമ്മൾ എന്താണോ ഒരാളോട് ചിന്തിക്കുന്ന, ഒരാളോട് നമുക്ക് അസൂയാണെങ്കിൽ പിന്നെ ബ്രെയിൻ പറയും അതിന് നിനക്കില്ല, അത് വേണ്ടല്ലേ, അങ്ങനെ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെയാണ് ബ്രെയിൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അസൂയ നെഗറ്റീവ് വെച്ച് നമ്മൾ അങ്ങനെ നെഗറ്റീവായി പിന്നെ നശിച്ചു പോകത്തേയുള്ളൂ. നല്ല നിലയിൽ നമുക്ക് എത്താനേ പറ്റത്തില്ല. അപ്പോൾ അടുത്തത് ഞാൻ സുവോളജിയുടെ കാണിച്ചു തരാം. ഇനി ആൻസർ പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് നല്ല പോസിറ്റീവ് കമന്റ് ഇരുന്ന ആളോട് പറയാറുണ്ട്, നന്നായിട്ട് ആൻസർ പേപ്പർ വായിച്ചു പോകുമ്പോൾ നല്ലതാവാറുണ്ട്. അത് ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ വെറുതെ എന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് മാത്രമല്ല എക്സാമിന് പോകാറ്. അതിന് മുമ്പ് ഞാൻ ഹാഫ് ഇയർലിക്കൊക്കെ എഴുതിയ ആൻസർ പേപ്പർ ഒക്കെ ഉണ്ടാവില്ല, ഞാൻ എഴുതിയ ആൻസർ പേപ്പർ അതൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ട് പോകാറുണ്ട്. കാരണം നമ്മൾ ഒരിക്കൽ എക്സാം എഴുതിയ പേപ്പർ വായിച്ചു പോയിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടാറുണ്ട്. നമുക്കത് എളുപ്പമാകാറുണ്ട് നമ്മളത് വായിച്ചു പോകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ പേപ്പർ എൻ്റെത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഫോളോ ചെയ്തിട്ട് എന്നെ നല്ല പോസിറ്റീവായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്നെ നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാട്ടാണ്. ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ അത് ഹിഡനിൽ പോകും. അപ്പൊ എനിക്ക് കാണില്ല. കാരണം ഹിഡൻ ഓൾറെഡി ഒരു 1000-ഓളം മെസ്സേജസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ആൻസർ പേപ്പർ വായിച്ചിട്ട് പോകണം, നല്ലതായിരിക്കും. സോറി.
അടുത്തത് സുവോളജിയുടെ ആണ് കാണിക്കാൻ പോകുന്നത്. സുവോളജിയുടെ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട് ഗൈസ്. അപ്പൊ ഇതിന്റെ സുവോളജിയും ബോട്ടണിയും പിന്നെ എനിക്ക് കൂടുതൽ എന്താ പറയാ, നമ്മള് നല്ല രീതിക്ക് ഞാൻ പറഞ്ഞായിരുന്നു എക്സാമിന് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ മുമ്പ് പഠിച്ചതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസും കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് തന്നെയായിരുന്നു ചോദിച്ചത്. അടുത്തത് ഞാൻ ഫിസിക്സിനെ കാണിച്ചുതരാം ഗൈസ്. ഫിസിക്സിന് എനിക്ക് ഒരു മാർക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സബ് ക്വസ്റ്റ്യനിൽ എനിക്ക് പോയതാണ്. അതിൻ്റെ അകത്ത് എന്താ ഞാൻ എക്സ്ട്രാ എഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ഡെറിവേഷൻ ഒരുപാട് ചോദിച്ചതുകൊണ്ട് കുറേ ടൈം കിട്ടില്ല. കാരണം അത്യാവശ്യം അത് ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും. അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ചില സെക്ഷനിൽ എഴുതാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പബ്ലിക്കിന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു പ്രോബ്ലത്തിൽ ഒരു ചെറിയൊരു പോർഷൻ എന്താണ് മിസ്റ്റേക്ക് വന്നത്, അതാണ് അവിടെ ഒരു മാർക്ക് പോയത്. അപ്പം അത് നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ സമയം എടുത്ത് തന്നെ എക്സ്ട്രാ എഴുതി വെക്കണം. കാരണം അങ്ങനെ നമുക്കത് വളരെ ഉപകാരം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ ഞാൻ എങ്ങനെ പഠിക്കുന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളായിരിക്കും കെമിസ്ട്രി ഇംഗ്ലീഷ് എവിടെ പോയിന്ന്. അപ്പോൾ കെമിസ്ട്രിയുടെ ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഇപ്പം ഇന്നലെ കഴിഞ്ഞ എക്സാമിൽ കെമിസ്ട്രിയുടെ ഇംഗ്ലീഷിൻ്റെയൊക്കെ അപ്പോൾ അത് എനിക്ക് മൺഡേയോ ട്യൂസ്ഡേയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് കാണിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ഇനി ഇങ്ങനെ പഠിക്കാന്നുള്ള പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഒട്ടും പഠിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഇനി ഇല്ല ഈ ദിവസങ്ങൾ ഫുൾ ഇരുന്ന് പഠിച്ചോളൂ. അതായത് രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി ഫുൾ നിങ്ങൾക്ക് എത്ര മണി വരെ പറ്റുമോ നിങ്ങൾ അത്രയും പഠിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മുടെ ടൈം ടേബിളിന്റെ കോലം നിങ്ങൾ കണ്ടതാണല്ലോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പരീക്ഷന്റെ ഇടയിൽ 2-3 ദിവസം ഗ്യാപ്പ് തരുന്ന എല്ലാം ഒരു ദിവസം ഇട്ടിട്ടാണ് അവർ തീർക്കുന്നത്. പ്രത്യേകിച്ച് ഫിസിക്സ് ബയോളജി പോലുള്ള ബയോളജി പിന്നെയോ ഓക്കെ, അതിൽ പ്രോബ്ലം ചെയ്യാനില്ല. ഫിസിക്സിനൊക്കെ ഒരു ഡേ ഗ്യാപ്പാണ് ഇട്ട് തന്നിട്ടുള്ളത്. അതും ഉച്ചയ്ക്ക് ശേഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്തായാലും ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് നമ്മൾ പഠിക്കുക എന്നല്ലാണ്ട്. അപ്പൊ ഇത് തീരെ പഠിക്കാത്തവരാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, 6 മണിക്കൂർ ഉറങ്ങിയിട്ട് ഫുൾ പഠിച്ചോളൂ, അതാണ് നല്ലത്. ഓക്കെ, അടുത്തത് നോക്കിയോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് 22-ാം തീയതിയാണ്. അപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നത് എങ്ങനെ വെച്ചാല് ഞാൻ അത്യാവശ്യം ഇതൊക്കെ പഠിച്ചല്ലോ ഫിസിക്സ് അതൊക്കെ. അപ്പൊ എനിക്ക് വീണ്ടും പഠിക്കാൻ മടിയാണ്. അപ്പൊ ഞാൻ എങ്ങനെയുള്ള പറഞ്ഞുതരാം. ഇപ്പൊ 22, 23 2 ദിവസം കെമിസ്ട്രി പഠിക്കും. പിന്നെ അടുത്ത 2 ദിവസം ബയോളജി. പിന്നെ 27-ഉം 28-ഉം ഞാൻ ഫിസിക്സ് പഠിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 2 ദിവസം വെച്ചിട്ട് 2 ദിവസം കെമിസ്ട്രി, 2 ദിവസം ഫിസിക്സ്, 2 ദിവസം ബയോളജി. അതിൽ 1ഉം 2ഉം ഉണ്ടാവും. അത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണം. കാരണം 3-ാം തീയതി ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പം ഈ ദിവസങ്ങളിൽ ഞാനിപ്പം എങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പറഞ്ഞുതരാം. ഇന്നത് നോക്കുന്ന നിങ്ങൾ +1 10th ആണെങ്കിൽ നിങ്ങൾ ഇതിൽ മാത്സ് ഒക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. ഞങ്ങളുടെ ടൈം ടേബിൾ പോലെയാണ് ഞാൻ പറഞ്ഞു പോയത്. കാരണം ഞങ്ങൾക്ക് മാത്സിന് 6 ദിവസത്തോളം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്റെ കാര്യം ഞാനിപ്പോ എങ്ങനെ പഠിക്കുന്നത് പറഞ്ഞുതരാം. 27, 28 ഫിസിക്സിനാണ് വെച്ചത്. കാരണം നമ്മുടെ 1, 2 ഇംഗ്ലീഷ് പഠിച്ചു, 3 ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഒരു ദിവസം ഉള്ളത് ഫിസിക്സിനാണ്. അപ്പൊ അടുത്ത് 27, 28 ആ ഡേറ്റിൽ തന്നെ പഠിച്ചാൽ പിന്നെ ബാക്കി നമുക്ക് ഓർമ്മയുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ദിവസം ചെയ്യാം. ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പം ഇന്ന് തുടങ്ങുന്നില്ല, നാളെയാണ് ഏകദേശം ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ അതുപോലെ ഫുൾ കറങ്ങിയിട്ടൊക്കെ വന്നാണ്. ഇന്നും കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ചെയ്യാൻ കഴിക്കുന്നത്. കാരണം ഞാൻ കുറച്ച് പഠിച്ചതൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് റിലാക്സ് ഒക്കെ വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ ഇനി ഈ 2 ദിവസം വെച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അപ്പം നിങ്ങൾ അത്യാവശ്യം പഠിച്ച ഒരാളാണെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കേണ്ടേ പറഞ്ഞില്ല. പഠിക്കാത്തത് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് പഠിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും പഠിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ അത് എക്സാം ആവുമ്പോൾ ചെയ്യാനില്ല. ഇനി കുറച്ച് PYQs, മോഡൽ ക്വസ്റ്റ്യൻസ്, ടഫായിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനത്തെ ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം പാഠങ്ങളൊക്കെ നമുക്ക് പഠിച്ചത് ഓർമ്മയിലുണ്ടാകും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്, പിന്നെ ഇപ്പം കുറച്ചുകൂടി ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മോഡൽസ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുകയാണ് നല്ലത്. ഞാൻ ഏകദേശം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്.